ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നപ്പോൾ എൻ്റെ കൂട്ടുകാരി ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ എന്നെ അവളുടെ വീട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ട് വന്നു. അവൾക്ക് ഇപ്പോൾ LPGയുടെ ഷോർട്ടേജ് ആയതുകൊണ്ടാണ് ക്ലാസ് ഇല്ലാത്തത്. പക്ഷേ ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ ഓണാക്കി തന്നിട്ട് പുള്ളിക്കാരി വണ്ടി ഓട്ടിച്ചുകൊണ്ട് പോകുമായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ചെന്നിട്ട് കുറച്ച് ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ ചെന്ന് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് അവൾ എനിക്ക് സാരി ഉടുപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് സാറ് പറഞ്ഞു വീഡിയോ ഓണാക്കാത്തവരുടെ പേര് വരെ എടുത്ത് പറയുമായിരുന്നു. അങ്ങനെ അവൾ വീഡിയോ ഓണാക്കി സീലിങ്ങും കാണിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ അവളവിടെ ക്ലാസ് ആയിരുന്നു. എന്നെ പകുതി സാരി ഉടുപ്പിച്ച് വെച്ചിട്ടാണ് അവളിങ്ങനെ ക്ലാസ് ഓണാക്കി വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിളിച്ചത് അങ്ങോട്ട് സെറ്റായില്ലായിരുന്നു, എന്തോ ശരിയായില്ല. അപ്പോൾ ഇതിന് ഞങ്ങളുടെ ആൻറ്റി വന്നു. ഇതാണ് അവളുടെ അമ്മ. ആൻറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഷീ ഈസ് സച്ച് എ സ്വീറ്റ് ലേഡി. നമുക്ക് ആൻറ്റിയുടെ കൂടെ നമ്മൾ ട്രിപ്പൊക്കെ പോയിട്ടുണ്ട് കേട്ടോ നേരത്തെ. അപ്പം എന്താ പറയുക, ആൻറ്റിയുടെ കൂടെ ഇരിക്കുന്ന സമയമാണെങ്കിൽ പെട്ടെന്ന് പോകും. ഭയങ്കര പോസിറ്റീവ്. ആൾ പറയുന്ന കോമഡിയൊക്കെ കേട്ട് ടൈം പോകുന്നത് അറിയത്തേയില്ല. അത് കണക്ക് ഒരാളാണ്. അപ്പോൾ ആൻറ്റി എനിക്കാണെങ്കിൽ ഭയങ്കര കാര്യമായിട്ടാണ് ഉടുപ്പിച്ച് തരുന്നത്. എന്നിട്ടാണെങ്കിൽ ദേവുവിനും എടുത്തു കൊടുക്കും. അതാണെങ്കിൽ വേണം വേണ്ട എന്നുള്ള മട്ടിൽ അവൾക്ക് എടുത്തെടുത്തത് എന്തൊക്കെയോ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ആൻറ്റി പെട്ടെന്ന് ധൃതിയിൽ ചെയ്ത് കൊടുത്തിട്ടങ്ങ് പോയി. ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു പുള്ളിക്കാരത്തി. നമ്മൾ സത്യം പറഞ്ഞാൽ രാവിലെ അവൾ എന്നെ വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുങ്ങി സാരി എടുത്ത് എല്ലാം വന്നപ്പോഴത്തേനും ഒരു ടൈമായി. കറക്റ്റ് ഒരു ഉച്ച ടൈമായി. വെയിലിങ്ങനെ വന്ന് നിൽക്കുന്ന ടൈം. പിന്നെ അവളുടെ കസിനായിരുന്നു നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ കഴിച്ചിട്ട് പോകാൻ പ്ലാൻ ചെയ്തു. അല്ലെങ്കിൽ ആൻറ്റി കിടന്ന് വിളിച്ചുകൊണ്ടേ ഇരിക്കും കഴിക്കാനായിട്ട്. അതുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പാവം ഒറ്റയ്ക്ക് ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി ഞങ്ങൾക്ക് തന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവളുടെ കസിനെ വിളിച്ചു. പിന്നെ റീലെടുപ്പായി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വ്ലോഗ്. എൻ്റെ ബാക്കിൽ നിൽക്കുന്നത് ആരാണെന്ന് നോക്കുക. ക്ഷീണിച്ച് നിൽക്കുകയാണ്. ഭയങ്കര ചത്ത്. എന്താ വായിക്കാത്ത എന്തെങ്കിലും ഉണ്ടോ? വല്ല പറ. അത് ഞങ്ങൾ റീലെടുത്ത് വന്ന് ചത്ത്. വെയിലത്തൊക്കെ നിന്ന് എൻ്റെ പൊന്നൂ ചത്ത്. പിന്നെ വന്നിട്ടാണെങ്കിൽ ആൻറ്റി ഞങ്ങൾക്ക് ചക്കപ്പഴമൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചായ കുടിക്കാൻ പോകാനുള്ള ഒരു സെറ്റപ്പിലൊക്കെയായിരുന്നു. ഞങ്ങളങ്ങനെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി. അപ്പം ആൻറ്റി വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കയറിയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കണമെന്ന്. അങ്ങനെ ഓരോന്നൊക്കെ എടുത്ത് പിന്നെ അവളും നമുക്ക് കഴിക്കാനും കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ ചായ കുടിക്കാൻ വിട്ടു. ചായ കുടിക്കാൻ പോയതൊരു കഥയായിരുന്നു. നമ്മൾ പോകാൻ ഉദ്ദേശിച്ച കടയാണെങ്കിൽ മറ്റേ LPG ഷോർട്ടേജ് കാരണം കുറേ കടകളൊക്കെ ഒഴിവാണല്ലോ. അപ്പോൾ അതുകൂട്ട് അതും അടച്ചേക്കുമായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് ഏതോ ഒരു കടയിൽ കയറി ചായയൊക്കെ കുടിച്ച് ആൻറ്റിക്കും മേടിച്ചിട്ട് വീട്ടിൽ വന്നു. ഞാൻ അന്ന് വീട്ടിൽ പോകാനായിട്ട് വന്നതാണ്, പക്ഷെ അവിടെ അങ്ങ് സ്റ്റേ അടിച്ചു. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.